മഴക്കെടുതിയിൽ പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. കഴിഞ്ഞ തവണ പ്രളയത്തിന് തങ്ങൾ സർക്കാരിനൊപ്പമാണ് നിന്നത്. ഇത്തവണ സർക്കാരിനെ എതിർക്കാനാണ് പ്രതിപക്ഷം താൽപര്യമെടുത്തതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. റാന്നി ഇങ്ങോട്ട് താഴോട്ട് തിരുവല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീടൊന്ന് തുറക്കാൻ പറ്റിയത്. വീട് തുറന്നു കയറുന്ന ഇപ്പോഴും അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. കതക് വളരെ പ്രയാസപ്പെട്ട് തുറക്കുമായിരുന്നു. കാരണം ചെളി വന്ന് അടിഞ്ഞത് കാരണം കതക് തുറന്നകത്ത് കയറുമ്പോൾ ചത്ത പാമ്പുകളെ അടക്കം വീടിനകത്ത് കണ്ടതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊന്നും അത്രയധികം ആളുകൾ മരണപ്പെട്ട് അത്രയധികം നാശനഷ്ടങ്ങളുണ്ടായ ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് പോലും അന്നൊന്നും അതിൻ്റെ ഒരു ഘട്ടത്തിലും ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെൻറ്റിനൊപ്പം നിന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രളയത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനാണ് അന്നത്തെ പ്രതിപക്ഷം പരിശ്രമിച്ചത്. പക്ഷേ ഇന്ന് രണ്ടാമത്തെ ദിവസം മുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അധിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് രണ്ടോ മാസമേ ആയിട്ടുള്ളൂ. മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് പറയുമ്പോൾ 2018 ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് ഇവിടെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. എന്തായി 7 വർഷം കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? റൂം ഫോർ റിവർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഖജനാവിലെ പണം ചെലവഴിക്ക് നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പഠിച്ചു വന്നു. കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തായി റൂം ഫോർ റിവറിൻ്റെ അവസ്ഥ? അതിനുശേഷം എന്താണ് ഈ മുന്നൊരുക്ക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആധുനികമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. 7 വർഷം